ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും? ഞമ്മക്കും ഇവിടെ സുഖന്യ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോക്കി. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതന്ന് രാവിലത്തെ ചായൻ്റെ കടി നമുക്ക് രാഗി സേമിയ പുട്ടാണ് കേട്ടോ. അതാവുമ്പോൾ പിന്നെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല മക്കൾക്ക്. ഓല് അങ്ങനെ തന്നെയാണ് കഴിച്ചോളും. പിന്നെ ചായക്ക് അവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ സാധാരണ പുട്ടിന് നനക്കണ മാതിരി പിന്നെ പച്ചവെള്ളത്തിൽ ഉപ്പിട്ട് കണ്ട് അങ്ങനെ കുഴച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ പുട്ടുണ്ടാക്കണ പോലെ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട്. പിന്നെ അതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുകൊണ്ട് കേട്ടോ, എന്തൊക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കാന്നുള്ളത്. ഞാൻ ഇതുകൊണ്ട് എന്തായാലും ഇങ്ങനെ പുട്ടാക്കിയാണ്ട് കുട്ടികൾക്ക് ചുട്ടുകൊടുക്കൽ തന്നെയാണ്. അങ്ങനെ അത് കുഴച്ച് കാണ്ട് ഞാൻ അടച്ചട മാറ്റി വെക്കണം കേട്ടോ. കുറച്ച് സമയം റെസ്റ്റ് വെക്കണം. പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങക്കൊന്ന് ചിരകിയെടുക്കാം. അങ്ങനെ അതാ തേങ്ങക്കട ചിരകി വെച്ച് ഇപ്പം നമുക്ക് പുട്ടോരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് അങ്ങനെ പുട്ട് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ മുഴുവനും പുട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ പുട്ട് ചുടൽ കഴിഞ്ഞപ്പോൾ ഇതാ റിജുവിൻ്റെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ എടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ നേരത്തെ വണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അങ്ങനെ ഓല നീപ്പിച്ച് കാണ്ട് ഒക്കെ ഫ്രഷാക്കി ചായയൊക്കെ കുടിപ്പിച്ച് അപ്പോഴേക്കും വണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഒരു പോയി. അങ്ങനെ ഓലെ പോക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ അന്ന് വെള്ളിയാഴ്ച അല്ലേ, അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ബീഫൊക്കെ നല്ലോണം കേക്കി കാണ്ട് അവിടെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീഫൊക്കെ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മസാലപ്പൊടികൾ അതിൽ പെരുംജീരകപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി അങ്ങനെ കണക്കൊന്നുമില്ല, ഞാൻ കുറച്ചാണ് വാരിയിട്ട് കൊടുക്കണം കേട്ടോ. എന്നാലും കറക്റ്റ് അളവാകലുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിപ്പോൾ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ അങ്ങനെ അളവ് ഇതൊന്നും നോക്കുമല്ല കേട്ടോ, കുറച്ചാണ്ട് ഇട്ട് കൊടുക്കും. എന്നാലും എൻ്റെതെല്ലാം അങ്ങനെ പാകത്തിൽ വരലുണ്ട് കേട്ടോ. അങ്ങനെ മുളകും പൊടി കഴിഞ്ഞപ്പോൾ അതാ കുറച്ച് കുരുമുളകും പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണി വെക്കുമ്പോൾ കുരുമുളകും പൊടിയാണല്ലോ മുന്നേക്ക് വേണ്ടത് അല്ലേ. പിന്നെ ഇതാ കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ബിരിയാണി മസാല കൂടി ഇട്ട് വെക്കണം കേട്ടോ. ബിരിയാണി മസാല ഇപ്പോൾ ഇത് ലാസ്റ്റാണ് കഴിഞ്ഞു. ഇനി കുറച്ച് പൊടിച്ച് വെക്കണം. ഞാനങ്ങനെ പൊടിച്ച് വെക്കലാണ് കേട്ടോ. എന്നാൽ പിന്നെ എപ്പോഴും നമുക്ക് ഇങ്ങനെ പൊടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കഴിയുന്നതിനനുസരിച്ച് ഞാനങ്ങനെ പൊടിച്ച് വെക്കലാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു നാരങ്ങൻ്റെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരു ചെറിയൊരു നാരങ്ങയാണ്, അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ മല്ലിച്ചപ്പും പുതിനയില അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഇതാ വലിയുള്ളിയും തക്കാളിയും ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. വാട്ടിയിടണില്ല. ബീഫ് വേകണ കൂട്ടത്തിൽ അങ്ങനെയാണ് വേവിച്ചെടുക്കാണ് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പകുതി ഒഴിച്ച് കൊടുത്താൽ മതി. ബാക്കി പിന്നെ നമ്മളങ്ങനെ തൈരാക്കിയാണ്ട് അങ്ങനെ ഇതാക്കൂട്ട ഉള്ളിയൊക്കെ ഇട്ടുകാണ്ട്. പിന്നെ ഇതാ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൈക്കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കും കേട്ടോ. ബീഫിൽ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്.
അങ്ങനെ അത് നന്നായിട്ടാണ് മിക്സാക്കി കൊടുത്തിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് കണ്ട് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാൻ. പിന്നെ അരി തിളപ്പിക്കാനുള്ള വെള്ളം വിറകടുപ്പിലും വെച്ച് കൊടുക്കും കേട്ടോ. ഇതങ്ങനെ കുക്കറിൽ അങ്ങനെ ഗ്യാസ് മൂലം വെച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ ഉള്ളി പൊരിക്കാൻ വേണ്ടിയാണ് ചട്ടിയിലിട്ടേനു കേട്ടോ. ഉള്ളി ചട്ടിയിലിട്ട് കണ്ടാണ് ഞാൻ കുക്കറിൽ ആക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോഴേക്കിന് നമുക്ക് ഉള്ളി പൊരിച്ച് കിട്ടുമല്ലോ. ബിരിയാണി വെക്കുമ്പോൾ ഈ ഉള്ളി പൊരിച്ച് കിട്ടണമല്ലോ വലിയ പണിയില്ലേ. അപ്പോൾ അതാദ്യം റെഡിയാക്കാമെന്ന് കരുതിയിട്ടേനു കേട്ടോ. അങ്ങനെ ഒക്കെ ഒരു ട്രിപ്പ് കോരി മാറ്റുന്നുണ്ട്. അങ്ങനെ ഉള്ളിയൊക്കെ പൊരിച്ചവിടെ കോരി മാറ്റി. പിന്നെ ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ആ എണ്ണയിൽ തന്നെ ഇട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉള്ളിയും മുന്തിരിയൊക്കെ പൊരിച്ചെടുത്തത്. അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഉള്ളിയൊക്കെ പൊരിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം വിറകടുപ്പിലാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. അരി തിളപ്പിച്ച് ഊറ്റിക്കാണ്ടാണ് വെച്ചെടുക്കൽ. ചിലപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയാണ് നെയ്ച്ചോറാക്കി അങ്ങനെ വറ്റിച്ചാണ്ട് അങ്ങനെ എടുക്കും കേട്ടോ. പക്ഷേ അത് കൂടുതൽ നമുക്ക് ടേസ്റ്റ് തോന്നുക ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റിക്കാണ്ടാണ് കേട്ടോ. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയും ചെയ്യലുണ്ട്. അപ്പോൾ അതിന് വേണ്ടി തീയൊക്കെ പിടിപ്പിക്കുകയാണ്. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഈ സ്പൈസസ് ഒക്കെ ഉണ്ടാവില്ലേ, ഏലക്കായ, ഗ്രാമ്പൂ, പട്ട, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞാണ്ട് അങ്ങനെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അരി തമ്മിൽ ഒട്ടി പിടിക്കാതൊക്കെ വേണ്ടിയിട്ടാണ്. വേറിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞിപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും തന്നെ കുറച്ചൊന്ന് വാരിയിട്ട് കൊടുക്കുന്നു കേട്ടോ. കല്ലുപ്പാണ് അത്. അളവ് ശരിക്കും എനിക്ക് അങ്ങനെ കിട്ടുമൊന്നുമില്ല. ഞാൻ കുറച്ചങ്ങോട്ട് വാരിയിട്ട് കൊടുത്തേക്കണ്. ഇനി ഇല്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടാട്ടോ. അങ്ങനെ അടച്ച് വെച്ച് അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തേക്കണ്. അങ്ങനെ നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ട് കേട്ടോ. അത് തിളപ്പിക്കാൻ വെച്ചിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി പിന്നെ അകത്തു കൂടെ ഒക്കെ അടിച്ചൊരു തുടക്കലും കഴിച്ചിട്ടുണ്ടോ. അപ്പോൾ പിന്നെ നമ്മളെ വെള്ളം നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നു. അപ്പോൾ ഞാൻ നന്നാക്കി അരിയൊക്കെ കഴുകിക്കാണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഊറ്റിയിട്ട് ദമ്മാക്കിയിട്ടുണ്ട് കേട്ടോ. ഊറ്റിയിടുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വന്നാണ്ടുള്ള ചായക്കുള്ള കടിയാണ് കേട്ടോ. ഓല് ബിരിയാണി ഉണ്ടായാൽ പിന്നെ ചായക്ക് കടി വേണമെന്നൊന്നുമില്ല. അങ്ങനെ ചോറൊന്നും കേട്ടോ. ബിരിയാണി ആകുമ്പോൾ മറ്റേ ചോറാണെങ്കിൽ വല്ല തിന്നൂല കേട്ടോ. അവർക്ക് കടി തന്നെ വേണം. പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ചോറ് തന്നെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ റിജു ആദ്യം വന്ന് മോനെ LP സ്കൂളല്ലേ, ഓനെ നേരത്തെ വിട്ടിരുന്നു. അപ്പോൾ ഓൻ്റെ കഴിഞ്ഞപ്പോൾ മറ്റേ രണ്ടാളും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരും കൂടി ഫുഡ് കഴിക്കണം കേട്ടോ. അപ്പോൾ തൈരും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിജുവിന് തൈര് വേണം വെച്ചപ്പോൾ വേണ്ടാണ് കേട്ടോ. ഇവർക്ക് തൈരില്ലാതെ ഇറങ്ങൂല. അവർക്ക് തൈര് വേണം ബിരിയാണി കഴിക്കുമ്പോൾ. അത് എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ബിരിയാണി നെയ്ച്ചോറായ തൈരില്ലാതെ എന്നോട് കഴിയൂല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണമാതിരി ലൈക്ക് ചെയ്യാൻ ഞങ്ങൾ മറക്കല്ലേ കേട്ടോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.